അങ്ങനെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളൊക്കെ തയ്യാറാക്കി. എൻ്റെ കൂട്ടുകാർ മൂന്നാറ്, ഊട്ടി, മൈസൂര്, കൊടൈക്കനാല് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ സ്ഥലങ്ങൾ അതുക്ക് മേലെയായിരുന്നു. എവിടെ? നമ്മുടെ തൃശ്ശൂരങ്ങാടിയായിരുന്നേ. ഇങ്ങേരുടെ കുഞ്ഞമ്മേരെ മാപ്പിളേനെ കൊണ്ടുവച്ചിട്ടുള്ള സ്ഥലം തൃശ്ശൂരങ്ങാടിയിലായിരുന്നേ. അല്ലാണ്ട് ഞാൻ എന്താ പറയതിനൊക്കെ. അന്ന് ഞാൻ ഓർപ്പിച്ചു, ഈ മനുഷ്യനുണ്ടല്ലോ ഒരു സുമോ ഗുസ്തികാരന്റെ ശരീരം മാത്രമുള്ളൂ, മനസ്സുണ്ടല്ലോ ജാമ്പുവാന്റെ കാലത്തെയാന്ന്. അങ്ങനെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളിൽ ആദ്യം തന്നെ തൃശ്ശൂര് സ്വരാജ് റൗണ്ടിലാണ് പോയത്. അവിടെ ഒരു 3 പ്രാവശ്യം കറങ്ങി. 3ാമത്തെ പ്രാവശ്യത്തിൽ ഞാൻ കറക്കം നിർത്തിയിട്ടാ. ആളിപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്തിനാണെന്ന് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ് 10ാം മാസം ഉണ്ടല്ലോ അമ്മയായി, B.Ed കഴിഞ്ഞ് അധ്യാപികയായി. ഇനി ജോലി കിട്ടിയതാ എൻ്റെ കെട്ടിയോൻ പഠിച്ച സ്കൂളിൽ തന്നെ. അവിടെ ഒരു 5ാം ക്ലാസ്സിലാണ് എനിക്ക് ജോലി, ക്ലാസ് ചാർജ്. അവിടെ സയൻസാണ്, പകർച്ചവ്യാധി രോഗങ്ങളും അതിൻ്റെ ക്ലാസ്സാണ്. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരോട് ചോദിച്ചു, മക്കളെ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ, ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ പിൻബെഞ്ചിലിരിക്കുന്ന ഒരു ചെറുക്കുണ്ടല്ലോ, ഒരു കൊത്തുള്ളി ചെക്കൻ ചോദിക്കുക, ടീച്ചറുടെ ഒക്കെ നോളക്കുഴി എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഒരു അധ്യായം മുഴുവൻ തന്നെ പഠിപ്പിച്ചിട്ട് കിട്ടിയ ചോദ്യം ഉണ്ടത്. നിന്നെ ആരെങ്കിലും നോണക്കുഴിയിൽ എണ്ണെടുക്കാൻ വിട്ടിട്ടുണ്ടോ അവിടേക്ക്? അവിടെ ഇരിക്കടാന്ന് പറഞ്ഞു. അവൻ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് വേറെ ഒരുത്തൻ ശൗച് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. ഹിന്ദിയാണ് കുട്ടി സംസാരിക്കണത്. പണ്ട് ഈ ഗൂർഖകളുടെ കുട്ടികളൊക്കെ അവിടെ പഠിച്ചിരുന്ന ഒരു ഹിന്ദിയെ സംസാരിക്കുള്ളൂ. ഞാൻ ഇതിൻ്റെ അർത്ഥം ചോദിക്കാൻ ഹിന്ദി ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ചെന്നു. അതിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഇവിടെ ക്ലാസ്സിൽ 1, 2 ഒക്കെ സാധിച്ചു. ക്ലാസ് മൊത്തം കൊളായി. അങ്ങനെ ഇന്ത്യയിൽ എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ആ പദ്ധതി നടപ്പിലായത്. ഏത് പദ്ധതിയാന്ന് നിങ്ങൾക്കറിയോ? എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം. അതാണ് എൻ്റെ ക്ലാസ്സിൽ നടപ്പിലായത്. എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്നേഹനിധിയാണ്, നല്ലൊരു കലാകാരനാണ്, നാടകം സംവിധാനം ചെയ്യുന്ന ആളാണ്. എന്നെ ഈ 50 വയസ്സ് കഴിഞ്ഞപ്പോൾ ഓട്ടംതുള്ളലൊക്കെ പഠിപ്പിക്കാൻ വിട്ട് അങ്ങനെ സഹായിക്കുന്ന നല്ലൊരു കലാകാരനാണ്. ഇതിനൊക്കെയും പുറമെ അർത്ഥത്തോടത്ത് ഉപ്പ് തേക്കാത്തവനാണ്. ഇപ്പോ ഭയങ്കര റൊമാൻസാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ കറി വയ്ക്കണോടത്തും പാചകം അലക്കണോടത്തൊക്കെ ആളുടെ സാന്നിധ്യം ഉണ്ട്. വളരെ സ്നേഹവും താല്പര്യമൊക്കെയാണ്. പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കാറ് ബ്രസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ബാങ്ക് ഗ്യാരണ്ടി ഒപ്പിടണം. അതിനായിരുന്നു ഈ റൊമാൻസ്. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ ഓൺലൈനിൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.